ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ ചെറിയ സോറി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വീഡിയോ ഇടാഞ്ഞതിന് അതിനിപ്പോൾ സോറി ചോദിക്കാനുണ്ടോ എന്നൊക്കെ. പക്ഷേ എന്നോട് 2-3 പേർ ചോദിച്ചു എന്താ വീഡിയോ ഇടാഞ്ഞത് എന്നുള്ളത് ആ ഒരു 9 മണിയായി കഴിഞ്ഞപ്പോൾ ചോദിച്ചു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനും കരുതിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ആരറിയാനായി ഈ വീഡിയോ ഇടാത്തത്, ആരും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ അത് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. 2 പേരാണെങ്കിൽ നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോ ഇടാത്തത് അറിയുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അവരോടൊക്കെ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം വിശദീകരിച്ചുകൊണ്ടും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ബട്ടർ കോഫി കുടിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ എണീറ്റത്. ഇന്നലെ രാത്രി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 1 മണി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ നേരെ വൈകിട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിതാ ഇതിലൊന്ന് ജസ്റ്റ് കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മിനിയാന്ന് രാത്രി കേട്ടോ, നമ്മൾ വീഡിയോ ഇട്ട് അന്ന് രാത്രി ഒരു 9 മണിക്ക് നമ്മൾ വീഡിയോ ഇട്ടു. ഇത് ഏകദേശം ഒരു 1-1:30 ആയ സമയത്താണ് ഇപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും ഒരുങ്ങി ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് മുതൽ അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ട് ഒന്നും ക്ലിയർ ഇല്ല, ഇരുട്ടാണല്ലോ. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് നിർത്തി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ നിന്ന് മിസ്സായി പോവുകയും ചെയ്തു. എല്ലാം കൂടി ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് വീഡിയോ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ട് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് തൃശ്ശൂർ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തി പിന്നെ എല്ലാം കൂടെ തിരക്കും. പിന്നെ വീഡിയോ എന്താ പറയുക, എല്ലാവർക്കും എടുക്കുന്നത് എനിക്കങ്ങനെ കൂട്ടത്തിൽ ഞാൻ എല്ലാവരെയും വീഡിയോയിൽ എടുക്കാറില്ല കേട്ടോ. ഇഷ്ടമില്ലാത്തവരുണ്ടാവും, നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇടാനുള്ളതല്ലേ, അപ്പോൾ ഒരുപാട് പേര് കാണുന്നതായതുകൊണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കാതെ എനിക്കങ്ങനെ എടുക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് മിസ്സിങ് ആയി. അപ്പോൾ ആകെ ഉള്ളത് ഇപ്പോൾ ഇതാ ഈ വണ്ടിയിൽ ഞങ്ങൾ പോണതും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കാറിലിങ്ങനെ പോകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ആകെ കുറച്ചേ ഉള്ളൂ. പിന്നെ അതുമാത്രമല്ല, ഞാൻ കഴിച്ച ഫുഡിൻ്റെ വീഡിയോസൊന്നും അധികം ഇതിൽ കിട്ടിയിട്ടുമില്ല കേട്ടോ. നമുക്ക് കൂടെ അപ്പോൾ ഞാൻ അതങ്ങ് ഒഴിവാക്കി. അപ്പോൾ നമ്മൾ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ ഇന്നത്തെ കാര്യത്തേക്ക് കിടക്കുക. അപ്പോൾ ഇതാ രാവിലെ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് പാടെ ഇന്നലെ രാത്രി വന്നിട്ട് ഞങ്ങൾ 1 മണി കഴിഞ്ഞിട്ടുണ്ട്, 1:30 ആയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ വന്ന പാടെ എല്ലാം കൂടെ ഈ മേശമേലിട്ടിട്ട് മേലെ കഴുകി വേഗം ഉറങ്ങുക എന്നുള്ളൊരു കാര്യം മാത്രമുള്ളായിരുന്നു. കാറിൽ തന്നെ പകുതി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡിനും ഇങ്ങനെ ഉറക്കം വരുന്നതുകൊണ്ട് എന്താ പറയുക, ഞാനും കൂടി ഉറങ്ങിയാൽ ശരിയാവില്ല എന്ന് കരുതി എന്തെങ്കിലും സംസാരിച്ചിരിക്കാമെന്ന് കരുതിയിട്ട് ഞാനും ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ കൊത്തി പറഞ്ഞ് ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നല്ല ഉറക്കം വരുന്നുണ്ട്. ഒരു 24 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും. എൻ്റെ കാലൊക്കെ നീര് വന്ന് അതുകൊണ്ട് ഞാൻ ഇന്ന് വെയിറ്റ് നോക്കിയിട്ടില്ല കേട്ടോ. കാരണം നീരുണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് കൂടുതലോ, അത് കാണുമ്പോൾ എനിക്ക് ടെൻഷനാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും നോക്കിയിട്ടില്ല. എന്തായാലും ഞാൻ ഇന്നലെ കഴിച്ചത് എന്താണെന്നൊന്ന് പറയാം. അപ്പോൾ രാത്രി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് ജസ്റ്റ് നിർത്തി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയിൽ പാൽ ചായ ആയിരുന്നു. പാൽ നമുക്ക് പറ്റാത്തതായതുകൊണ്ടുള്ള ആ ഒരു പ്രശ്നം ഉള്ളിലുണ്ട്. പക്ഷേ നമ്മൾ മധുരം ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 മണിയായപ്പോൾ പിന്നെയും പാൽ ചായ കുടിച്ചു. അപ്പോഴും മധുരം ഇട്ടിട്ടില്ല. അങ്ങനെ 2 പ്രാവശ്യം ചായ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അവരൊക്കെ വീഡിയോയിൽ കണ്ടില്ലേ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു മക്കൾ, അപ്പോഴും ചായ കുടിച്ചു. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ചായയാണ് മെയിൻ കേട്ടോ, അതിലൊന്നും മധുരം ഇട്ടിട്ടില്ല. അങ്ങനെ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളാണ് ഉള്ളത്, അല്ലാതെ വലിയതായിട്ടുള്ള കുഴപ്പമൊന്നും വന്നിട്ടില്ല. പിന്നെ ബദാം അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ വറുത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു സൂചന എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിയിട്ട് നല്ലോണം വറുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്നൊക്കെ കാറിൽ പോകുമ്പോഴൊക്കെ എന്തായാലും മക്കൾക്ക് സ്നാക്സൊക്കെ വാങ്ങുമല്ലോ. അപ്പോൾ അവർ ലേസ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേന്ന് കരുതിയിട്ട് ഞാൻ ഇത് ബദാമും അണ്ടിപ്പരിപ്പും കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വലുതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എന്നെ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ മന്തിയൊക്കെ അവർ കഴിക്കുമ്പോൾ അതിൽ അൽഫാമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് ചെറിയൊരു സമാധാനക്കുറവുണ്ടായിരുന്നു ഈ ചായ കുടിച്ചതിൻ്റെ തന്നെ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്രയും സ്ട്രിക്റ്റ് ആക്കാൻ കാരണം കേട്ടോ. ശരിക്കും ഞാൻ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ടർ ഫാസ്റ്റിങ്ങിൽ നമുക്ക് ബട്ടർ കോഫി കുടിക്കാം കേട്ടോ, പിന്നെ ലൈമും കുടിക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ ആ യാത്രയിൽ തീരെ വെള്ളം കുടിച്ചിട്ടില്ല. വെള്ളം കൂടി കുറവാച്ച്. ഒന്നാമതായിട്ട് എനിക്ക് ചുടുവെള്ളമാണ് കുടിക്കാൻ കഴിയുക. കുപ്പിവെള്ളമൊക്കെ ചെറുതായിട്ട് തണുപ്പുണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ അധികം കുടിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു വെള്ളം കുടിയുടെ കുറവ് ഇന്ന് നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇന്ന് നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാട്ടർ ഫാസ്റ്റിംഗ് ആണെന്നൊക്കെയാണ് രാവിലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ വിശന്നപ്പോൾ ഞാൻ കുറച്ച് ബദാമൊക്കെ എടുത്ത് തിന്നു. അപ്പോൾ ഞാൻ കരുതി ഇനി വൈകുന്നേരം എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. ഏതായാലും രാവിലെ മുതൽ ഒരു 5 മണി വരെ ഞാൻ വെള്ളം കുടിച്ചു. ഇടയ്ക്ക് ഇങ്ങനെ ബദാമും അണ്ടിപ്പരിപ്പും നമ്മൾ വറുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ബാഗിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇന്ന് തിന്നത് കേട്ടോ. അപ്പം എന്തെങ്കിലും നമുക്ക് ഇന്നലെ തിന്നതിൻ്റെ എന്തെങ്കിലും കേടോ അല്ലെങ്കിൽ വെയിറ്റ് കൂടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ ചെയ്തതാണ്. പിന്നെ ഈ കീറ്റോ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മളൊരു 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് ഈ കീറ്റോയിലുള്ള വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാലും 24 മണിക്കൂർ ചെയ്യാം, 48 മണിക്കൂർ ചെയ്യാം, 72 മണിക്കൂർ വരെ. എനിക്ക് തോന്നുന്നു 3 ദിവസത്തിലപ്പുറം ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇതുവരെ ഞാൻ കീറ്റോ ചെയ്തിട്ട് 24 മണിക്കൂറിലപ്പുറം ഞാൻ നിന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴൊക്കെ നമുക്ക് വെള്ളം മാത്രം കുടിച്ചിട്ട് രാവിലെ മുതൽ നമ്മളിപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഫുഡ് നിർത്തിയാൽ ഒരു 8 മണിക്ക് നിർത്തിയെന്ന് കരുതി പിറ്റേന്ന് രാത്രി വരെ നമ്മൾ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം പക്ഷേ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ബട്ടർ കോഫി ഒരു ഗ്ലാസ്സൊക്കെ കുടിക്കാം, പിന്നെ ലൈം ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലോണം കുടിക്കാം, വെള്ളം നല്ലോണം കുടിക്കാം, കട്ടൻ ചായ കുടിക്കാം. ഒക്കെ മധുരം ഇടാതെ നമുക്ക് കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ഒക്കെ കുടിക്കാം കേട്ടോ. വാട്ടറായിട്ടുള്ള മധുരമൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. അപ്പം അങ്ങനെ നിൽക്കാൻ നമുക്ക് കഴിയും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, കീറ്റോൻ്റെ ഫസ്റ്റ് ടൈമിലൊന്നും ചെയ്യരുത്. 2 ആഴ്ച കഴിഞ്ഞൊരു 20 ദിവസമൊക്കെ ആയിട്ട് ആ ഒരു കറക്റ്റ് കീറ്റോസിസ് എന്നുള്ള ആ സംഭവത്തിലേക്ക് വന്ന് നമുക്ക് വിശപ്പൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ വരില്ല. അപ്പോഴാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അതിനകത്ത് ആയിട്ടില്ലല്ലോ, നമ്മൾ ആകെ 6-7 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പറ്റിയിട്ടില്ല കേട്ടോ. അന്ന് ഞാൻ കുറച്ച് നേരം ഉച്ചവരെയൊക്കെ നിന്ന്, നമ്മൾ എണീക്കണത് തന്നെ ഒരു 10-11 മണിക്കായതുകൊണ്ടേ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, രാത്രി 10 മണി വരെ നിന്നാൽ മതിയല്ലോ എന്നൊക്കെ കരുതി. ഏതായാലും പക്ഷേ എൻ്റെ നിന്ന് അത് കയ്യിൽ നിന്ന് പോയി. ഞാൻ ബദാമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആ വാട്ടർ ഫാസ്റ്റിംഗ് എന്നുള്ള സംഭവം വന്നില്ല കേട്ടോ. പക്ഷേ വേറെ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പം ഇന്ന് ഉച്ചക്ക് രാവിലെ മക്കൾക്ക് ബ്രെഡ് അതൊക്കെ വെച്ച് എഴുന്നേൽക്കാൻ വൈകിയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രെഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, ടോസ്റ്റ് ചെയ്ത് മക്കൾക്ക് കൊടുത്തു. ഹസ്ബൻഡിന് പിന്നെ ടോസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ബ്രെഡും ചായ ഉണ്ടാക്കി കുടിച്ചു. മക്കൾക്കൊക്കെ ചീസൊക്കെ വെച്ചിട്ട്, ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ട് പിന്നെ ടോസ്റ്റ് ചെയ്ത് കൊടുത്തുട്ടോ. അങ്ങനെ രാവിലത്തെ ഭക്ഷണം അങ്ങനെ അങ്ങോട്ട് ഓസിയിലാണ്ട് പോയി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കഴിക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് അധികം ചിക്കനും മീനൊന്നും കൊണ്ടുവരണ്ട, എനിക്ക് വയ്യ, അത്ര നേരം നിന്നിങ്ങനെ ഉണ്ടാക്കാനും എനിക്ക് വയ്യ, നല്ല എന്താ പറയുക ഇരുന്ന് ഒരു ഇങ്ങനെ പറയാം, യാത്ര ചെയ്താലുണ്ടാകുന്ന ഒരു ക്ഷീണം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കാലുമ്പോൾ നീരുള്ളതുകൊണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ മീനൊന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുട്ട റോസ്റ്റും ഗീ റൈസും പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് വേഗം എനിക്ക് ആഡ് വരണ്ടല്ലോ, 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം കട്ട് ചെയ്തിട്ട് അതുണ്ടാക്കി. എന്നാൽ കോളിഫ്ലവർ എനിക്കും കഴിക്കാമല്ലോ. മുട്ട പുഴുങ്ങിയപ്പോൾ എനിക്കും 2 പുഴുങ്ങി, ബാക്കി ഓരോരുത്തർക്കും ഓരോന്ന് പുഴുങ്ങി. അപ്പോൾ ഞാനിപ്പോൾ കീറ്റ തുടങ്ങിയതിന് ശേഷം വീട്ടിൽ മുട്ട അധികം ദിവസം നിൽക്കുന്നില്ല കേട്ടോ. നല്ല പരാതി ഉണ്ട് ഹസ്ബൻഡിൻ്റെ, പറഞ്ഞു മുട്ട പെട്ടെന്ന് കഴിയുന്നുണ്ടല്ലോ എന്നാണ്. അപ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ ആ ഫസ്റ്റ് ടൈമിലൊക്കെ ഒരു 3 ഞാൻ കഴിക്കാറുണ്ടായിരുന്നല്ലോ. അപ്പം പിന്നെ മക്കൾക്കും ഞാൻ പുഴുങ്ങും കേട്ടോ, മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ പുഴുങ്ങും. അപ്പോൾ എനിക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ അവർക്കും ഉണ്ടാക്കും. ഒന്നെങ്കിലും കഴിക്കണത് നല്ലതാണല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനത് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവറും കഴിക്കാമെന്ന് കരുതി വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോകാമെന്ന് കരുതി അവർക്ക് ചോറൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ആ നേരം ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളത് വെച്ചാൽ, ഇന്നലെ ഞാൻ പോയപ്പോൾ ഞാൻ പോകുന്ന വീഡിയോ ഇല്ലേ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ തലേന്നത്തെ, ആ വീഡിയോയിലിട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഞാൻ എന്താ പറയുക, കുറച്ച് മുമ്പ് അനിയത്തിൻ്റെ തുത്തുവിൻ്റെ വീടിൻ്റെ ഹൗസ് വാമി അതിൻ്റെ കുടിയിരിക്കൽ പരിപാടി ഉണ്ടാകുമല്ലോ, അതിനെടുത്ത ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ അന്നൊക്കെ ഞാൻ അതിട്ട് വെലസി നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നേരത്തെ ഞാനത് ഇടാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടൈറ്റ് ഇട്ടു, എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ അതാണെങ്കിൽ അങ്ങ് മാറ്റി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് നോക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്കത് കൊണ്ടുപോയി ഞാനത് ഇട്ടിട്ടാണ് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡയറ്റ് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ കൂടിയാണ്. നമ്മൾക്ക് ഈ കൊള്ളാത്ത ഡ്രസ്സൊക്കെ കൊള്ളുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അത്ര സ്ട്രിക്റ്റ് ആക്കിയത് കേട്ടോ. കാരണം ഞാൻ ഇന്നലെ എന്തൊക്കെയോ തെറ്റിച്ചല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഒരു ലെവൽ 1-2 റെഡി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇന്ന് കുറച്ച് ഇതായത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ചോറ് കൊടുത്തു. അതിന് ശേഷം എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ ചായപ്പൊടി ഇട്ട വെള്ളം മാത്രമാണ് കേട്ടോ. മധുരം നമ്മൾ
ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഉണ്ടാക്കി. പിന്നെ അതിലേക്ക് ഇന്നലെ ഞാൻ കൊണ്ടുപോയ ആ ബദാം അണ്ടിപ്പരിപ്പാണ് കേട്ടോ ആ പാത്രത്തിൽ അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്തു. അതാണ് ഞാൻ ഇന്ന് ഉച്ചക്കൊരു 2 മണിയൊക്കെ ആയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അവർ ഫുഡൊക്കെ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചായ ഉണ്ടാക്കി ആ പാത്രവും കഴുകി വെച്ചിട്ട് നേരെ ഹാളിൽ പോയിരുന്നു. കുറച്ച് നേരം ഫോണൊക്കെ കണ്ട് ഇങ്ങനെ ആ ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് പണികളൊക്കെ കുറച്ച് നേരം കിടന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോഫി പൊടി ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കോഫി പൊടി. അപ്പോൾ അത് കൊണ്ടുവരിപ്പിച്ചു. അപ്പോൾ അവൾ കൊണ്ടുവന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് തരുന്ന പോലെയൊക്കെ ഇങ്ങനെ തന്നതായിട്ട്. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു ഇതെന്തിനാണെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയാം മുഖത്ത് തേക്കാനെന്ന്. അതാണ് കാണിക്കുന്നത് കേട്ടോ. കണ്ടോണ്ട് മുഖത്ത് തേക്കാനാണ് കാപ്പിപ്പൊടി. ഞാൻ പറഞ്ഞ പോടി അത് ബട്ടർ കോഫി ഉണ്ടാക്കാനാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്ന് എഴുന്നേറ്റ് ഇതാ ഒരു 5-5:30 ആയപ്പോഴാണ് വിശന്നിട്ട് ഇങ്ങോട്ട് കണ്ണ് കാണാത്തൊരവസ്ഥയിലെത്തിയിട്ടോ. നല്ല വിശപ്പായി. അപ്പോൾ എനിക്കിത് എന്താ പറയുക കോളിഫ്ലവർ വറുത്തെടുക്കാനുള്ള ഒരു ക്ഷമ പോലും സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് തണ്ടോ. അപ്പോഴാണ് ഉറക്കം പോയിട്ടല്ലോ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് ഉറക്കം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിടന്ന പാടെ ഉറങ്ങിയിട്ട് ഉച്ചക്ക്. അപ്പം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാൻ ഇതാണ് കഴിച്ചത്. കോളിഫ്ലവർ പൊരിച്ചെടുത്തു. 2 മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തു. തൈര്, പിന്നെ രാവിലെ ഉച്ചക്ക് അവർക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയില്ലേ, അതിൽ നിന്ന് കുറച്ചൊരു ഉള്ളിയും ആ മസാല ഉണ്ടല്ലോ അതും എടുത്തു. അങ്ങനെ ഒക്കെ കൂടെ കഴിച്ചു. പക്ഷേ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇതുകൊണ്ടൊന്നും എൻ്റെ വിശപ്പ് അടങ്ങുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും വിശപ്പുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാൻ ഇങ്ങനെ തോന്നും നമുക്ക്. ചോറൊക്കെ കാണുമ്പോൾ അതിങ്ങനെ വായിലിടാനൊക്കെ തോന്നും കേട്ടോ, അത്രയും വിശപ്പായിരിക്കും. പക്ഷേ എന്താ വെച്ചാലും അതുകൊണ്ടാണ് ഞാൻ ഈ കീറ്റോ ഡയറ്റിൽ നമ്മളെ അധികം വിശക്കാതെ സൂക്ഷിക്കണം. കാരണം നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ എടുത്ത് കഴിക്കണം എന്നുള്ള ഒരു ഇത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിശപ്പ് മാറാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം നല്ലത്. ചെറിയൊരു വിശപ്പ് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാലും നമുക്ക് ചെറിയതായിട്ടുള്ള തോതിലൊരു വിശപ്പ് വരുമ്പോൾ തന്നെ ഫുഡ് കഴിക്കുക. അധികം നല്ല രീതിയിൽ വിശപ്പ് വരാതെ നോക്കുകയാണ് നല്ലത്. ഏതായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നാളെ ഞാൻ വെയിറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഒരു വട്ടം കൂടി പറയണേ, ഇന്നലെ വീഡിയോ ഇടാതെ എന്നോട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാമെന്ന് ചോദിച്ചവർക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ നാളെ വരാം. ബൈ.